ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ആദർശിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മാവന്മാർ പോലും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ആദർശിനെ വിശ്വസിച്ചിരിക്കുന്നത്. ആദർശ് ആ കാര്യത്തിൽ മിടുക്കനാണെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അഭിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നതില്ല. ഉടനെ അഭി പറയും, എന്തായാലും ആദർശേട്ടൻ ഇപ്പോൾ ആകെ ടെൻഷനൊക്കെ അല്ലേ, മാനസികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ കമ്പനിയുടെ MD ആക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, നിനക്ക് ടെൻഷനൊന്നും ഇല്ലേന്ന്. അത് കേൾക്കുമ്പോഴത്തേന് തന്നെ അഭി എന്നും ഞെട്ടുന്നുണ്ട്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? തൽക്കാലം നിനക്ക് ഞാൻ ഒരു ജുവലറിയുടെ ചുമതല തരികയാണ്. അത് ഞാനല്ല തീരുമാനിച്ചിരുന്നത്, ആദർശാണ് തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ആദർശിനെ അങ്ങനെ എല്ലാവരും അങ്ങ് പുകഴ്ത്തുന്നൊന്നും ഇവന് ഇഷ്ടമല്ല. അണ്ണ പറയും, എന്തായാലും ആദർശേട്ടൻ ചെയ്ത പോലെ ഒരു തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നതല്ലേ ആദർശേട്ടന്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ നവിയും കുഞ്ഞിനെയൊക്കെ ഇപ്പോൾ പൊന്നു പോലെ നോക്കുന്നുണ്ടല്ലോ. എൻ്റെ ഏൽപ്പിച്ച കടമ എന്തായാലും ഞാൻ നന്നായിട്ട് ചെയ്യും. ആ ജുവലറി ഞാൻ നല്ല നിലയിൽ എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അവൻ്റെ ചെവിക്കൽ തീർത്തൊരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. എന്ത് ചെയ്യുക, അവനിപ്പം ഇങ്ങനെ നല്ലപിള്ള ചമയുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ സത്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമെന്നും അവനറിയാം. എന്നിട്ടും അവനിങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത് കാണുമ്പോഴേ എനിക്കും ബുദ്ധിമുട്ടെന്നൊക്കെ മുത്തശ്ശൻ പറയും. പിന്നീട് കാണിക്കുന്നത് അനി ആദർശിൻ്റെ റൂമിലേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഒരുത്തനാണെങ്കിൽ ജുവലറിയുടെ എണ്ണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. വേണമെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ആ 3 ജുവലറിയുടെ കൂടെ അവനെ ഏൽപ്പിച്ചേക്കാൻ. അതൊന്നും ആവശ്യമില്ല. അവിടെ ഇപ്പം നല്ല മാനേജർമാരുണ്ടല്ലോ, അതുകൊണ്ട് നീ ഇപ്പം അതിലൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയും. എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഏട്ടാ, വീട്ടിലെ പ്രശ്നങ്ങൾ അത്രയ്ക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് ചോദിക്കും. നന്ദുവിൻ്റെ പുറകെ നടക്കുന്നതല്ല ചേട്ടാ, സാധാരണ പോലല്ല. അവളുടെ ജീവിതം അവിടെ ഇച്ചിരി പ്രശ്നമാണ്. അതൊക്കെ ആദർശേട്ടനൊന്ന് ശ്രദ്ധിക്കണം. മിക്കവാറും ഞാൻ അനാമികയായിട്ട് അടിയും ബഹളവുമാണ്. ഇനി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി ഇവൾക്ക് വല്ല കൂടുതലായിട്ട് ഇവൾ ചെയ്യുകയാണെങ്കിൽ ഇവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കേണ്ടി വരും എനിക്ക് എന്നൊക്കെ പറയും. പിന്നെ അവളാണെങ്കിൽ എന്നെ മാനസികമായിട്ട് തന്നെയല്ല ശാരീരികമായിട്ട് ഉപദ്രവിക്കാറുണ്ട്, ബെൽറ്റൊക്കെ എടുത്ത് അടിക്കാറുണ്ട്. ഇതൊക്കെ സഹിച്ച് ഞാൻ എത്ര കാലം എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. എങ്ങനെയും ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അനി ഇറങ്ങി അങ്ങ് പോകും. അത് ആദർശന് അങ്ങ് സങ്കടമാകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓർക്കുമ്പോൾ. ഈ സമയം നമ്മുടെ അനാമികയും അവളുടെ അച്ഛനും അമ്മയും എല്ലാം കൂടി നന്ദുവിൻ്റെ ട്രെയിനറായ ഓഫീസർക്ക് ട്രീറ്റൊക്കെ കൊടുക്കുകയാണ്. അന്നേരം ഇവർ ചോദിക്കുന്നുണ്ട്, എന്തായാലും അവളെ ഒരിക്കലും ഒരു SI ആയിട്ട് പുറത്തേക്ക് വിടരുതെന്ന്. എന്താ മോൾക്ക് ഇത്ര വൈരാഗ്യം അവളോടെന്ന് ചോദിക്കും. എൻ്റെ ജീവിതം നശിപ്പിച്ചതവളാ അവൾ എന്നൊക്കെ പറയും. അവന് ആയിട്ട് അവൾക്ക് ഇപ്പോഴും പ്രേമമുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ മുളയിലേ നുള്ളിക്കോളാം. കാരണം ഇനി അവൾ ഒരിക്കലും ഒരു SI മോഹമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകത്തില്ല. ഇപ്പം തന്നെ അതിനുള്ള പണി അവൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. അത് അവളിപ്പം ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ. കഴിഞ്ഞ ദിവസം അവളുടെ കാമുകനായ മോളുടെ ഭർത്താവ് അവിടെ വന്നായിരുന്നു. ഞങ്ങൾ ക്യാമ്പിനകത്തല്ലായിരുന്നു, പുറത്താണ്. ഓടാൻ പോയ സമയത്താണ് അവൾക്കൊരു ക്ഷീണം വന്നപ്പോൾ അവൾ ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ അവിടെ വന്നു സംസാരിക്കുകയും ചെയ്തു. സാധാരണ ട്രെയിനിങ് ക്യാമ്പിലായിരിക്കുന്ന സമയത്ത് പുറത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരിചയക്കാരാണെങ്കിൽ പോലും സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവൾ സംസാരിച്ചത് ഞാൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്കെതിരെയുള്ള റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ SI ആകാനൊന്നും പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരുന്നുള്ളതെന്നൊക്കെ പറയും. എന്നാലും അനി വന്ന് നന്ദുവിനെ കണ്ടു എന്നുള്ളത് കേൾക്കുമ്പോഴത്തേന് ഇവർക്ക് 3 പേർക്കും അങ്ങ് അത്ഭുതമാകുന്നുണ്ട്. അതുപോലെ തന്നെ ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. എന്നാലും ആ നശിച്ചവളെ കാണാൻ അവൻ പോയല്ലോ, ഞാൻ അങ്ങ് വരട്ടെ, ഇവനെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ അനാമിക മനസ്സിലോർക്കുന്നുണ്ട്. അന്തുവിനാണെങ്കിൽ അനി വന്നിട്ട് പോയി എൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട്, നീ എന്തിനാ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത്? അവൻ ഇങ്ങോട്ട് വന്നത് വലിയ തെറ്റൊന്നും അല്ലല്ലോ, നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ ക്യാമ്പിൽ അങ്ങനെ വരാനൊക്കെ പാടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അതിന് കാരണക്കാരി നീ തന്നെയല്ലേ. അവൻ ഫോൺ വിളിച്ചപ്പോൾ നിനക്കൊന്ന് എടുത്തുകൂടായിരുന്നോ? എടുക്കാതെ ഇരുന്ന കാരണമല്ലേ അവൻ വന്നത്. എന്തുമാത്രം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീയും അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. രാത്രിയിലൊക്കെ നീ അവൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിരിക്കുന്നത് ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നന്ദു ഇങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. പറയും, നിങ്ങൾ എന്തായാലും ഒന്നിക്കേണ്ടവർ തന്നെയാണ്, പക്ഷേ അത് ഒന്നിക്കാനൊന്നും ഒരു വഴിയില്ലെന്നുണ്ടെങ്കിൽ നന്ദു പറയും. എടി, അവരുടെ പോക്ക് കണ്ടിട്ട് താമസിയാതെ തന്നെ അവർ വേറെ വിരിയുന്ന ലക്ഷണമാണ്. അപ്പം നീ ആ സ്ഥാനത്തേക്ക് ചെല്ലണം കേട്ടോ എന്നൊക്കെ പറയും. അന്നത്തേന് നന്ദു പറയും, അതിനൊന്നും ഒരു ചാൻസ് ഒന്നും കാണുന്നില്ല എന്ന്. അതൊക്കെ തന്നെത്താൻ വന്നോളും, നീ ആയിട്ട് ആ ചാൻസ് കളയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തുഷാരെ അങ്ങ് എഴുന്നേറ്റ് പോകും. എന്തായാലും അറിഞ്ഞ കാര്യങ്ങളെല്ലാം ജാനകിയെ വിളിച്ച് പറയാതെ തന്നെ അനാമിക പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് അമ്മയെന്ന്. അന്നേരം അനാമികയെ നോക്കിയിരിക്കുകയാണ് ജലജയും ജാനകിയും കൂടെ. അപ്പം ജാനകി പറയുന്നുണ്ട്, മോൾ എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, എന്തോ കാര്യമുണ്ട് എന്നൊക്കെ പറയും. അതേ സമയത്ത് തന്നെ അനാമി അങ്ങോട്ട് കയറി വരും. അനാമി കയറി വരുമ്പോൾ എന്താ പറ്റിയ മോളെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അന്നേരത്തേന് അനാമിക പറയും, അമ്മയുടെ മോൻ എന്തിൻ്റെ കുഴപ്പമാണ്,
അവൻ അങ്ങ് ആ നന്ദുവിനെ കാണാൻ ക്യാമ്പിൽ പോയിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് കേട്ടോ. ദേവയാനി അങ്ങ് വല്ലാതാകും. എന്ന് പറയും അവൻ എന്തിൻ്റെ കുഴപ്പമാണ്, ദേ നിൽക്കുന്ന വല്യമ്മ അവനെ വളർത്തിയതല്ലേ, അവിടോട്ട് തന്നെ ചോദിക്കുക എന്നൊക്കെ പറയും. മോളെ കാര്യം അറിയാതെ നീ ഇങ്ങനെ അവനെ തെറ്റിദ്ധരിക്കരുത്, സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ദേവയാനി അങ്ങ് ന്യായീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അവളെ കാണാനായിട്ട് അവിടെ പോയിരുന്നു, അതിന് വ്യക്തമായ തെളിവൊക്കെ ഉണ്ടെന്ന് പറയും. എങ്ങനെയാണ് മോളത് അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും അതൊക്കെ അറിയേണ്ടവരെന്നെ അറിയിച്ചിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെ പ്രശ്നത്തിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ അതൊക്കെ നിരീക്ഷിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിരുന്നു എന്നൊക്കെ പറയും. എന്തായാലും അവനെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു വരുത്താമെന്ന് ജാനകി പറയുന്നുണ്ട്. ജാനകി വിളിച്ചതനുസരിച്ച് അനി അജയനെയായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അജയനോട് അനി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്തിനാ അമ്മ ഇപ്പം വരണമെന്ന് പറഞ്ഞു ചോദിക്കും. എന്താണെന്ന് അറിയത്തില്ല മോനെ, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് പറയും മോനെ ഞാൻ നിന്നെ ഇന്ന് തല്ലി, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യരുതായിരുന്നു, അങ്ങനെ ഞാൻ ചെയ്യാറുമില്ലായിരുന്നു, പക്ഷേ എൻ്റെ സങ്കടമായിരുന്നു, അത് കാരണമായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നയനമോൾ എന്നോട് അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ അടിച്ചതിന് വേറൊരു കാരണം കൊണ്ട് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം വിവാഹത്തിന് മുമ്പ് തന്നെ എന്നോട് തുറന്നു പറയാമായിരുന്നു, അല്ലെങ്കിൽ ആദർശിനോടോ ആരോടെങ്കിലും തുറന്നു പറയാമായിരുന്നില്ലേ, മുത്തച്ഛനും മുത്തശ്ശിയും പോലും നിന്നെ വഴക്ക് പറയില്ലായിരുന്നു, നിൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്നേനെ, ഞങ്ങളാണേലും ആ ആഗ്രഹത്തിൽ മാത്രമല്ല നോക്കത്തുള്ളായിരുന്നു, നീ അത് പറയാതിരുന്നേനാ നിനക്കിട്ട് ഞാൻ തല്ലിയതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അജയൻ. നീ കാരണം ഇനി എന്തായാലും നന്ദുവിൻ്റെ ജീവിതം കൂടെ പ്രശ്നത്തിലാകരുത്, ആ കാര്യം എൻ്റെ മോൻ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയും. അച്ഛാ എനിക്ക് ഒന്നിനും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല, ആകെ എൻ്റെ മനസ്സാകെ വിഷമത്തിലാണെന്നൊക്കെ പറയും. എന്തായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ, കാര്യം എന്നാന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേന് ജാനകി ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണല്ലോ. എന്നിട്ട് ഉടനെ അനി വരുന്നുണ്ടെ ചോദിക്കും, നീ എന്തിനാടാ ഇന്ന് നന്ദുവിനെ കാണാൻ പോയെന്ന് ചോദിക്കും. നീ അവളെ കാണാനായിട്ട് ഇന്ന് അവിടെ ക്യാമ്പിൽ ചെന്നിരുന്നല്ലേ എന്ന് ചോദിച്ച് അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഉടനെ അജയൻ കയറിയ കയ്യെ പിടിക്കും. എന്നിട്ട് പറയും അവനെ തല്ലണ്ടെന്ന് പറയും. അത് അജയേട്ടൻ ഒറ്റ ഒരുത്തനെ ഇവനെ ഇങ്ങനെ വഷളാക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് അജയൻ പറയും ഞാൻ ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു, ഞാൻ അവനായിട്ടുള്ളത് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുമുണ്ട്, ഇനിയിപ്പം അവനെ അങ്ങനെ ശാസിക്കാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ലെന്ന് പറഞ്ഞ് അജയൻ അവരോടെല്ലാം ദേഷ്യപ്പെടുകയാണ്. അപ്പം ജലജ പറയും എന്താ അജയ ഇങ്ങനെ, അവനൊരു തെറ്റ് ചെയ്തപ്പോൾ അവനെ അടിക്കുകയും അതുപോലെ ശാസിക്കുകയും ചെയ്യേണ്ടതല്ലേ, ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇതൊക്കെ എന്ത് ഭാവിച്ചുകൊണ്ടാന്നൊക്കെ പറയുമ്പോഴത്തേന് അജയൻ പറയും നീ ഇങ്ങോട്ട് വലുതായിട്ടൊന്നും പറയാൻ വരണ്ട, ഇപ്പം ഇതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ കാരണങ്ങളും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് ജലജ അങ്ങ് ദേഷ്യവും അതുപോലെ അപമാനമായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. മോൾ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഇവന് എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ മോൾ അവനോട് ക്ഷമിച്ച് അതുപോലെ തന്നെ അവൻ്റെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടെന്നൊക്കെയാണ് ദേവയാനിയും പറയുന്നത്. അപ്പോൾ അനാമിക പറയും എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല, ഇവൻ വല്ല പിള്ളേരെയും പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഇവൻ്റെ പുറകെ നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴത്തേന് അനിയും പറയും എന്നെ കൊണ്ട് ഇതിന് പറ്റത്തില്ല, ഞാൻ ഇവളെ ഇനി തൊട്ട് സ്നേഹിക്കത്തുമില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. ജലജ മാക്സിമം ഇവരെല്ലാം കൊണ്ട് ഇളക്കാനായിട്ട് രീതിയിലൊക്കെ സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പം ദേവയാനി പറയും മോളെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിൻ്റെ ഭർത്താവല്ലേ, അവനെ നീ നേർവഴിക്ക് നയിച്ച് സ്നേഹിച്ച് കൂടെ നിൽക്കുകയല്ലേ വേണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേന് അനാമിക പറയും എന്നെ വേണ്ടാത്ത ഒരുത്തൻ്റെ കൂടെ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കീഴിൽ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അനാമിക. അന്നേരത്തേന് പറയും ദേവയാനിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോകും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേന് എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് നിന്നാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ മാന്യമായിട്ട് നോക്കിക്കോളൂ, എനിക്കതിൻ്റെ ഒന്നും പ്രശ്നമില്ല, ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അകത്തേക്ക് പോകും. അന്നേരത്തേന് ഉടനെ എല്ലാവരും പറയും കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കാരണമാണ് ആ പെങ്കൊച്ചിത്ര സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടു അകത്തോട്ട് പോയെന്നൊക്കെ പറയുമ്പോഴത്തേന് അജയൻ പറയുന്നുണ്ട് പിന്നെ കണ്ട അവന്മാരെല്ലാം കൂടെ അഴിഞ്ഞാടി നടക്കുന്ന മരുമോളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളാരും സംസാരിക്കുകയൊന്നും വേണ്ട, ഭർത്താവിനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ തിരുത്തി അവനെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവനാ ആളാ ഭാര്യ, അല്ലാതെ അവനെക്കാട്ടി കൂടുതൽ അഴിഞ്ഞാടി നടക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അജയനും അകത്തേക്ക് അങ്ങ് പോകും. അന്നേരത്തേന് ജലജ പറയുന്നുണ്ട് ഇനി ഓണമാണ് വരുന്നത്, ഈ പ്രാവശ്യത്തെ ഓണം എന്താകുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദേവയാനി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.